നമ്മുടെ വെന്യൂവിനെ നമുക്കൊരു കണക്റ്റഡ് കാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു 60+ ഫീച്ചേഴ്സ് നമുക്കിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. DCT എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. DCT എന്ന് വെച്ചാൽ ടോപ്പ് മോഡൽ SX ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ നമ്മുടെ ഹ്യുണ്ടായുടെ പ്രീമിയം വെഹിക്കിൾ അല്ലേ അൽക്കസർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. ഡ്യുവൽ ടോൺ ഇന്റീരിയറാണ് ഇഷ്ടപ്പെട്ടത്. സൂപ്പറായിട്ടുണ്ട്. i20 എന്ന് പറഞ്ഞ വെഹിക്കിളാണ്. ഇത് വന്നിട്ട് പ്രീമിയം ഹാച്ച് ബാക്ക് ആണ് ഇത് വരുന്നത്. ഇത് നമ്മളെ ഡീസൽ ഓപ്ഷനാണ്. SX ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വരുന്നത്. കളർ വന്നിട്ട് ഫാൻറ്റം ബ്ലാക്ക് ആണ് വരുന്നത്. അല്ല, ഇന്ന് ആക്ച്വലി നമ്മളിത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ താഴെ ലെവൽ വരെ കണക്റ്റഡ് ആയിരിക്കണം. ബസ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ 3 ലിഫ്റ്റാണ്. 3 ലിഫ്റ്റ് അറ്റ് എ ടൈം നമുക്ക് 3 സർവീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു 7 വണ്ടി അറ്റ് എ ടൈം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. കസ്റ്റമർക്ക് വേണ്ടുന്ന എന്ത് ഹെൽപ്പും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ചെയ്യും. ഹലോ ഹായ് നമസ്കാരം. മുറ്റത്തുമുല്ലയിലേക്ക് സ്വാഗതം. ഇന്ന് മുറ്റത്തുമുല്ലയായിട്ട് ഞാൻ നിൽക്കുന്നത് വേറെ എങ്ങുമല്ല, കൊല്ലം ജില്ലയിൽ മൂന്നാംകുറ്റിയിലാണ്. നമ്മളിതുവരെ വണ്ടിയുടെ റിവ്യൂ നമ്മൾ എടുത്തിട്ടില്ല, ഒരു ഷോറൂമിലെ ഒരു റിവ്യൂ നമ്മൾ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ചുങ്കത്ത് സ്പ്രൈസ് ഹുണ്ടായിലാണ്. മൂന്നാംകുറ്റിയിൽ നമ്മുടെ ജുമാ മസ്ജിദ്, അതായത് സിയാറത്ത് മൂട് ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഒരു ഷോറൂം ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കുറേ വണ്ടികളുടെ വിശേഷങ്ങളാണ്. ഒപ്പം ഒരു അവാർഡ് കിട്ടിയ വണ്ടിയുടെ വിശേഷം കൂടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് അറിയിക്കാൻ പോകുന്നത്. കുറേ വണ്ടിയുടെ വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യല് ഈ ഒരു എപ്പിസോഡ്. നിങ്ങൾ വേറെ ഏത് എപ്പിസോഡ് മിസ് ചെയ്താലും ഈ എപ്പിസോഡ് കാണാൻ മറക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മുറ്റത്തുമുല്ലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോ ഇട്ട പോലെ തന്നെ ഞാനിപ്പം നമ്മുടെ സെയിൽസിൽ കുറച്ച് പേരേ ഉള്ളൂ, ഒരാൾ മാത്രമേ ഉള്ളൂ മെയിലായിട്ട്. മൊത്തം 13 പേരുണ്ട് മെയിൽ. അപ്പോൾ അവരെല്ലാം പുറത്ത് പോയിരിക്കുകയാണ് ഫീൽഡിൽ. അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടുത്തെ സെയിൽസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ചുങ്കത്ത് സ്പ്രൈസ് ഹുണ്ടായുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അതിൽ വണ്ടികളുടെ കുറേ ഡീറ്റെയിലിംഗ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇവിടെ റസീന ഉണ്ട്. ഒപ്പം തന്നെ കുറേ എക്സിക്യൂട്ടീവ്സിലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട്, കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ? റിസപ്ഷൻ. പേര്? ശ്രുതി. സ്നേഹയ്ക്ക് നേരത്തെ വിളിച്ചപ്പോൾ ഓടിക്കളഞ്ഞു. പേടിയാണ്, ക്യാമറ പേടിയാണ്. കസ്റ്റമർ വരുമ്പോൾ ഓടുവോ? സ്ട്രോങ് ആയിട്ടിരിക്കണം കേട്ടോ. എന്നുവെച്ചാൽ ബെസ്റ്റാണ് നമ്മുടെ വെന്യൂ. എത്ര ലക്ഷം വണ്ടികൾ ഇപ്പം ഓൾമോസ്റ്റ് ഹാപ്പി കസ്റ്റമർ ഉണ്ട്? ഞാൻ പറയട്ടെ, 3 lakh പ്ലസ് അല്ലേ? പേര്? അഭിലാഷ്. എത്ര നാളെ ഇവിടെ കയറിയിട്ട്? 1 month. സെയിൽസിലാണ്. നിങ്ങളെല്ലാം സെയിൽസിലാണോ എല്ലാവരും? അപ്പോൾ നമുക്ക് റസീനോട് തന്നെ നമുക്ക് ഡീറ്റെയിലിംഗ് ചോദിക്കാം. അപ്പം എല്ലാവരും ജോലി നടക്കട്ടെ. റസീനെ മാത്രം അങ്ങോട്ടേക്ക് എടുക്കുക കേട്ടോ. ഞാൻ എടുക്കുക. അപ്പോൾ 2019 വെന്യൂ ലോഞ്ച് ചെയ്യുന്നത് അല്ലേ? 2022 ആയപ്പം ഐക്കോട്ടി അവാർഡ് ലഭിച്ചു. ഐക്കോട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കാർ ഓഫ് ദ ഇയർ അല്ലേ? അപ്പോൾ 2022 തന്നെ 3 lakh പ്ലസ് കസ്റ്റമേഴ്സിനെയും ഹാപ്പി കസ്റ്റമർ ആകുമ്പോൾ വെന്യൂവിന് മാത്രം ഉണ്ടല്ലേ? ഇപ്പം ഓൾ ഓവർ ഇന്ത്യ അല്ലേ? അപ്പോൾ റസീന, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ പഴയ വെന്യൂ ഉണ്ട്, ആ വെന്യൂവിൽ നിന്നും എന്തുമാത്രം വ്യത്യാസമുണ്ട് പുതിയ വെന്യൂവിലേക്ക്? പുതിയ വെന്യൂവിലോട്ട് മാറിയപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ട് ഗ്രില്ലിൽ നമുക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഡാർക്ക് ക്രോം ഗ്രില്ലാണ് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെന്യൂവിനെ നമുക്കൊരു കണക്റ്റഡ് കാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു 60+ ഫീച്ചേഴ്സ് നമുക്കിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 60 പ്ലസ് കണക്റ്റഡ് ഫീച്ചേഴ്സ് നമുക്കിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് നമുക്ക് ഡ്രൈവ് മോഡിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 3 മോഡായിട്ടാണ് നമുക്കിപ്പം എക്കോ, ഡ്രൈവ്, സ്പോർട്ട്, ഈ 3 മോഡലാണ് നമുക്ക് ഡ്രൈവ്. കംഫർട്ടായിരിക്കും. ബാക്കിലത്തെ സെക്കൻഡ് റോയിലെ സീറ്റ് വന്നിട്ട് 60-40 ഡിഗ്രിയിൽ നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അലോയുടെ ഡിസൈനിൽ, അതായത് ബാക്കിൽ ഒരു പാസഞ്ചറേ ഉള്ളെങ്കിൽ നമുക്ക് ലഗേജ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, ഫോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ
അലോയ് വീലിൻ്റെ ഡിസൈനിൽ പുതിയതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് പുതിയ വെന്യൂവിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് കുറേ ഉണ്ടായ വെന്യൂവിന് കുറേ നല്ല മാറ്റങ്ങളുണ്ട്. അത് മാത്രമല്ല കുറച്ചുകൂടെ വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ഈ വണ്ടിക്ക്. ടെയിൽ ലാമ്പൊക്കെ കുറച്ച് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഇതിന് പിന്നെ അകത്തൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഇൻറ്റീരിയൽസൊക്കെ നമുക്ക് നോക്കാം, അലോയ്സ് നോക്കാം, ടെയിൽ ലാമ്പ്, അതുപോലെ ബൂട്ട് സ്പേസ് ഒക്കെ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ റസിയ പറഞ്ഞിരുന്ന അലോയ്സിൻ്റെ കാര്യം 16 ഇഞ്ച് ഡയമണ്ട് കട്ടാണ് പറയുന്നത്. ഡയമണ്ട് കട്ട് ഉണ്ട് ഇവിടെ. അലോയ്സ് കാണാൻ നല്ല രസമുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഗ്രേ കളറാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ വെനുവിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. റസീന, ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു സ്റ്റിയറിംഗ് പുതിയ പേരും എല്ലാം വെനുവിന് വേണ്ടിയിട്ടുണ്ടോ? ബി കട്ട് എന്നാണ് നമ്മുടെ ഈ ഇങ്ങനെ അല്ലേ? ബിയുടെ ഒരു ഷേപ്പിലാണ് ബി കട്ടാണ് സ്റ്റിയറിംഗ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് 8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റീസ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ AC വന്നിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ ആയിരിക്കും. നമുക്ക് ടോപ്പ് മോഡലായി എടുക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ DCT എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. DCT എന്ന് വെച്ചാൽ ടോപ്പ് മോഡൽ SX ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതെന്ന് പറഞ്ഞാൽ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ്. 7 സ്പീഡാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മോഡാണ് വരുന്നത്. എക്കോ, സ്പോർട്സ്, നോർമൽ 3 മോഡാണ് വരുന്നത്. സ്പോർട്സും നോർമലും എക്കോ വേണ്ട, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കാര്യം എങ്ങനെയുള്ള ആൾക്കാരാണ് സ്പോർട്സ് യൂസ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഒരു യൂത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ പിള്ളേരൊക്കെ ആണെങ്കിൽ കൂടുതൽ സ്പോർട്സ് മോഡിൽ മോഡിൽ തന്നെയായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് എടുത്ത് പറയുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫീച്ചേഴ്സ് വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇലക്ട്രിക് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാല് ഞാൻ പറയാൻ വിട്ടുപോയത്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ നമ്മൾ ഈ ഇവിടെയൊക്കെയാണ് നമ്മൾ സാധാരണ ഹൈറ്റ് സീറ്റ് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ടും ആക്കുന്നതും, അതായത് ചാരുന്നത്. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്, സ്ലൈഡ് ചെയ്യുന്നത് ഇതാ ഇവിടെ മാത്രം. ഇപ്പം എല്ലാം ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇതാ പുറകോട്ട് പോവാണ്, മുമ്പോട്ട് വരാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിലോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലും, ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ റൈറ്റ് സൈഡിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വേറെ ഒന്നും വേണ്ട. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 സീറ്റിലുണ്ടോ അത്? ഇല്ല, ഡ്രൈവർ സീറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് വയർലെസ് ചാർജർ. നമുക്കിപ്പം ഇതിലെടുത്ത് പറയാൻ പറ്റുന്നതാണ്. വയർലെസ് ചാർജർ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചേഴ്സ് ചെറിയ രീതിയിൽ തണുപ്പിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങുവാണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് ഇത് രണ്ടും വരുന്നുണ്ട്. ഈ ഹാൻഡ് റെസ്റ്റ് ഇത് വരുന്നുണ്ട്. അവിടെ സ്വിച്ച് ഉണ്ട്. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ചെറിയ ബോക്സ് ഒക്കെ ഐസ്ക്രീം ഒക്കെ ചെറിയ രീതിയിൽ അതിൽ വെക്കാൻ പറ്റും. അതെ, അപ്പോൾ തീർച്ചയായിട്ടും അത് ഭയങ്കര ഫെസിലിറ്റീസ് തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം പറയട്ടെ. ഇതിനകത്ത് ഇന്റീരിയൽസ് എന്നാൽ അധികം ഒന്നുമില്ല, എങ്കിലും സ്മാർട്ടായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. പിന്നെ അതിൻ്റെ കാറിൻ്റെ മോഡ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പോകുന്നത്, എത്ര സ്പീഡിലാണ് ഡോറ് തുറന്നു കിടപ്പുണ്ടെങ്കിൽ അതിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഡോറ് തുറന്നു കിടക്കുന്ന അലാം വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നോർമലി ഉള്ളവരെല്ലാം ഉണ്ട്. USB ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്, അതായത് വയർലെസ് ചാർജറാണ്. പിന്നെ സ്പേസ് നമുക്ക് കണ്ടെത്താം എങ്ങനെ ഉണ്ടെന്നുള്ളതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഞാനൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പറയാം. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ വെന്യൂവിൻ്റെ ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല കാല് നമുക്ക് വെക്കാനുള്ള സ്പേസ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേന് നമുക്ക് വെക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതാ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചത്. ഏത് വണ്ടി കയറിയാലും എനിക്കിത് ഇഷ്ടമാണ്. കാര്യം നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ അവിടെ ഒരു കപ്പ് മോഡും വെച്ചിട്ടുണ്ട്. ഗ്ലാസസ് നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് അതാ വെള്ളം കുടിച്ചിട്ട്, വെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കേട്ടോ, ഇതിനകത്ത് നമുക്ക് ബോക്സ് വയ്ക്കാം. പിന്നെ അതുപോലെ ചായ നമ്മളിപ്പം എല്ലാ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വാങ്ങിച്ചിട്ട് ഇതിനകത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് പയ്യെ പോകാൻ ചെയ്യുന്ന പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ
നമ്മുടെ വീൽ ബേസ് വന്നിട്ട് 2500 mm ആണ് വീൽ ബേസ് വരുന്നത്. വീൽ ബേസ് കൂടുമ്പോൾ നമുക്ക് അകത്ത് ക്യാബിൻ സ്പേസ് കുറച്ച് കൂടുതലായി സ്പേസ് കൂടുതൽ കിട്ടും. ഹൈറ്റ് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ അതിനെക്കാട്ടിലും? ഇല്ല, ഹൈറ്റിൽ വലുതായിട്ട് വ്യത്യാസം. നമുക്ക് നീളത്തിന് മാത്രമേ ഉള്ളൂ, അകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഫീച്ചേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. 60 തരം ഫീച്ചേഴ്സ് കണക്റ്റഡ് ഫീച്ചേഴ്സ് കണക്റ്റഡ് ചെയ്തിരിക്കുക. പിന്നെ ഇതിന്റെ എഞ്ചിനൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോൾ എടുക്കുവാണെങ്കിൽ പെട്രോൾ 2 എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. 1.2 ലിറ്റർ കാപ്പ എഞ്ചിനും അതുപോലെ തന്നെ 1 ലിറ്റർ ടർബോയും ആണ് വരുന്നത്. നമ്മൾ കാപ്പയെ എടുക്കണമെങ്കിൽ 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാകുമ്പോൾ നമുക്ക് ഏകദേശം 83 PS പവർ വരുന്നുണ്ട്. സർട്ടിഫൈഡ് മൈലേജ് വന്നിട്ട് 20 നമുക്ക് സർട്ടിഫൈഡ് മൈലേജ് കാപ്പ എഞ്ചിന്. കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്കൊരു 17-18 നമുക്ക് കൺഫേം കിട്ടും വിത്ത് AC. അതുപോലെ തന്നെ ടർബോ എടുക്കുവാണെങ്കിൽ നമുക്ക് 3 സിലിണ്ടർ ആണ് വരുന്നത്. അതാകുമ്പോൾ നമുക്കൊരു സർട്ടിഫൈഡ് മൈലേജ് വന്നിട്ട് 21.2 ആണ്. നമുക്കൊരു 20 എബോ കൺഫേം കിട്ടുന്നുണ്ട്. ടർബോ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വെന്യൂന് പെട്രോൾ ഡീസലും വന്നിട്ടുണ്ടല്ലോ. പെട്രോളും ഡീസലും ഉണ്ട്. പെട്രോളിൽ തന്നെയാണ് കാപ്പ എഞ്ചിനും ടർബോയും വരുന്നത്. ഇപ്പൊ കാപ്പയെ അപേക്ഷിച്ച് നമ്മൾ ടർബോയിലോട്ട് പോവാണെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ പെർഫോമൻസ് കൂടുതലായിരിക്കും. 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്, ടർബോ ആണ്. പിന്നെ ഡീസലിലോട്ട് പോവുകയാണെങ്കിൽ ഡീസൽ വന്നിട്ട് 1.5 ആണ് എഞ്ചിൻ പവർ വരുന്നത്. ഏകദേശം ഒരു 22 വരെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ പ്രൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ 1.2ന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് മോഡലിന് 7,53,000 രൂപ തൊട്ട് എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡീസൽ ആണെങ്കിൽ 999 തൊട്ടും നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്ഷോറൂം പ്രൈസ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഇതിന് നമുക്ക് ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. ബൂട്ട് സ്പേസ് എത്രയാണ് വെയിറ്റ് വരുന്നത്? 350 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ്. 350 ലിറ്റർ ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ ബൂട്ട് സ്പേസ് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 60-40 ഡിഗ്രി. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് സീറ്റ് 60 ഫോൾഡർ അല്ലേ, 60-40 ഡിഗ്രിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നോക്കാം. കാര്യം ഇത് പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇത് സാധാരണ എല്ലാ വണ്ടികളിലും ഫുള്ളാണ് ഫോൾഡ് ചെയ്യുന്നത്. ഇത് പക്ഷേ ഒരു സൈഡ് മാത്രം നമുക്ക് ഏതാണ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. പ്രീമിയം കാറിൽ മാത്രമാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ ലഗേജ് കൂടുതലാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ട് പിടിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് കൂടെ നോക്കാം. നമുക്ക് പിന്നെ എടുത്ത് പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഷാർക്ക് ഫിൻ ആന്റിന വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആന്റിനയാണ്. അതുപോലെ തന്നെ അത് കാണാൻ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആണ്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ഷൻ എപ്പം കിട്ടുന്നതാണ്. ഇഷ്ടപ്പെട്ടതിനകത്തെ ഈ ടൈൽ ലാമ്പ് കണക്റ്റഡ് ആണ്. LED കണക്റ്റഡ് ടൈൽ ലാംപ്സ് ആണ്. അതിപ്പോ പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ്. ഇതിപ്പോ ബ്രേക്ക് ചവിട്ടുമ്പോൾ മാത്രമേ ലൈറ്റ് കത്തത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ലൈറ്റ് കാണുന്നുണ്ട് ടൈൽ ലാമ്പിനകത്ത്. നമുക്ക് ബൂട്ട് സ്പേസ് കൂടെ നോക്കാം. നമ്മുടെ ബൂട്ട് സ്പേസ് 350 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം ലഗേജുകൾ നമുക്ക് അതിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാഗ് വെക്കാൻ പറ്റും. വലുതല്ല, മീഡിയം ടൈപ്പ് രണ്ടെണ്ണം ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞാൽ അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെക്കാം. സ്പെയർ വീല് ഓക്കെ അതിൻ്റെ അടിയിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെന്യൂവിൻ്റെ അല്ലേ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥാപനത്തിൻ്റെയും രാജാവ് എന്ന് പറയുന്നത് അവിടുത്തെ കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കസ്റ്റമറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്രെറ്റ എടുത്ത കസ്റ്റമറാണ്. നമസ്കാരം. സാറിൻ്റെ പേര്? മുഹമ്മദ് അലി. മോൻ്റെ പേര് മുഹമ്മദ് അലി. മുഹമ്മദ് അലി അല്ലേ? എവിടെ വീട്? എവിടെ? എൻ്റെ അയത്തിലാണ്. ഈ ക്രെറ്റ എടുക്കാനുള്ള കാരണം എന്താണ്? അത് കുറച്ചാളുകൊണ്ട് ഇത് കണ്ടിട്ട് എടുക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് അവിടെ ഗൾഫിൽ വെച്ച് തന്നെ നേരത്തെ ബുക്ക് ചെയ്തതാണ്. ഹുണ്ടായി തന്നെ എടുക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ഹുണ്ടായി എല്ലാവരുടെയും അത് മീൻസ് നമുക്ക് ഹുണ്ടായി പണ്ടുകൊണ്ട് സാൻഡ്രോ, പഴയ മോഡൽ സാൻഡ്രോ ഉണ്ട്. അത് നല്ല അടിപൊളി മോഡൽസിലാണ്. അതായത് ഫസ്റ്റ് മോഡൽ, രണ്ടാമത്തെ മോഡൽ സാൻഡ്രോ എന്ന് പറയുന്നത് നല്ല മോഡലായിരുന്നു. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഹുണ്ടായിയുടെ ഒരു ഹൈപ്പ് വന്നത്. അപ്പോൾ അതിനുശേഷം ഏത് വണ്ടി കണ്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ? അല്ല, ഞാൻ ആക്ച്വലി ഗൾഫിൽ നിൽക്കുമ്പോൾ അവിടെ മൊത്തം ഹുണ്ടായുടെ വണ്ടിയാണ് യൂസ് ചെയ്തത്. അതിൽ അത് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഹുണ്ടായി തന്നെ നാട്ടിൽ എടുക്കണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു ക്രെറ്റ ഇറങ്ങിയത്. ക്രെറ്റ ഇറങ്ങിയപ്പോൾ അതെടുക്കാന്നുള്ളൊരു ഏത് വേരിയൻ്റാണ്? EX അല്ലേ? നമ്മുടെ ഹുണ്ടായുടെ ഷോറൂം എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നതിനകത്ത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നു നമ്മുടെ ചുങ്കത്ത് സ്പ്രൈസ് ഉണ്ടായില്ലേ? സർവീസിലായാലും ആക്ച്വലി ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചെല്ലാം വണ്ടി ഓൾറെഡി വാട്സപ്പിൽ ഫോട്ടോസ് കണ്ട് എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ നിന്ന് തന്നെ ഡെലിവറി ചെയ്ത് വണ്ടി എടുക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു കൊല്ലത്ത് ഇത്രയും വലിയൊരു ഷോറൂം വേറെ എങ്ങും ഇല്ല. വലിയ ഷോറൂം, ബിഗ് ഷോറൂമാണ് കൊല്ലത്ത്. കൊല്ലം ജില്ലയെ അപേക്ഷിച്ച് വലിയ ഷോറൂം തന്നെയാണ്. അത് തന്നെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നു വണ്ടികൾ കുറേ പാർക്ക് ചെയ്യാം. സാറിന് ഏറ്റവും കൂടുതൽ നല്ലത്
മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു തരട്ടെ. സർവീസിങ് 20 വണ്ടിയാണ് ഇവിടെ പറ്റുന്നത്. അപ്പം അത്യാവശ്യം എനിക്ക് നാളെ പോകണം, എനിക്ക് ഇന്ന് കൊണ്ടുപോകുന്നത് ഉച്ചയ്ക്ക് വേണമെന്ന് പറയാൻ തരാനുള്ള സൗകര്യം തീർച്ചയായും അതൊക്കെ തിരക്കായിരുന്നു. അതൊക്കെ തിരക്കിന് ശേഷമാണ് ഇവിടെ വന്നത് തന്നെ. കളർ ഏതാണ് എടുത്തിരിക്കുന്നത്? ബ്ലാക്ക് ആണ് എടുത്തത്. നമ്മളെ ഇപ്പം ഇവിടെ കയറുമ്പോഴേ, ഇപ്പം ഫസ്റ്റ് ടൈം ആണല്ലോ വണ്ടി എടുക്കാൻ വരുമ്പോഴാണ് ഷോറൂം കാണുന്നത്. ആദ്യം കയറി വന്നപ്പോൾ തന്നെ എങ്ങനെ ഫീൽ ചെയ്തു? സത്യം പറഞ്ഞാൽ ഇവിടാണ് ഷോറൂം എന്ന് അറിയത്തില്ലായിരുന്നു. വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഒരു പുതിയ ഷോറൂം തുടങ്ങിയെന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു. ആംബിയൻസ് ബുക്ക് ചെയ്ത് എങ്ങനെ ഗൾഫിൽ വെച്ച് ഇവിടെ ആരെല്ലാം വിട്ടതാണോ? ഇവിടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് വീട്ടിൽ നിന്ന് അളിയനൊക്കെ വന്ന് ഈ ഷോറൂം എങ്ങനെ സെലക്ട് ചെയ്തു? അതാണ് ചോദിച്ചത്. നമ്മുടെ ചുങ്കത്ത് സ്പ്രൈസ് എങ്ങനെ സെലക്ട് ചെയ്തു? എൻ്റെ അളിയൻ്റെ കെയർ ഓഫിലാണ് ഇവിടെ വരുന്നത് തന്നെ. അവന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ശേഷമാണ് ഇവിടെ വന്ന് കണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇവിടുത്തെ ഡീലിങ്സ് പക്ക സൂപ്പറാണ്. ഡീലിങ്സ് കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. ഓഫേഴ്സൊക്കെ എങ്ങനെ? എല്ലാം ഓഫേഴ്സ് തേണ്ട എല്ലാ ഓഫേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പം എത്ര മൈലേജ് ഒക്കെ അടിക്കുന്നുണ്ട്? അത് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഫസ്റ്റ് ഫസ്റ്റ് സർവീസ് അല്ല കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു 13-12 ആ ഒരു ഏരിയയിലാണ്. പക്ഷേ ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പറഞ്ഞ ഒരു മൈലേജ് വരും. പിന്നെ ഡിപ്പെൻഡാണ് വണ്ടി ഓടിക്കുന്ന അനുസരിച്ചിരിക്കും നമുക്ക്. ഗൾഫിൽ വണ്ടി ഓടിക്കുന്ന ഒരാളോട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഷോറൂം ഇവിടെ വരുമ്പോൾ ഇപ്പം വണ്ടി എല്ലാവരുടെ വീട്ടിലും ഒരു ചെറിയൊരു വണ്ടിയിൽ കാണും അല്ലേ? അത്തരത്തിൽ നമ്മുടെ വിസ്മയ ന്യൂസിലെ പ്രേക്ഷകരോട് സാറിന് എന്താ പറയുള്ളത്? ആക്ച്വലി പ്രൈസ് ഉണ്ടായി പിടിച്ചു നല്ല ബിഹേവിങ് ആയിരുന്നു ഇവിടുത്തെ വണ്ടി സർവീസായാലും അതിനൊക്കെ തന്നെ ഇവിടുത്തെ നമ്മൾ വരുമ്പോൾ നമ്മളോട് ഇടപഴകുന്നതെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ തന്നെ എടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുന്നത്? എല്ലാവരും വരിക, വന്ന് നോക്കിയിട്ട് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വന്ന് നോക്കുക, നോക്കി ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ സ്കീമും ഇവിടെയുള്ള ആൾക്കാരുടെ എങ്ങനെയാണ് ഇടപഴകുന്നതൊക്കെ നോക്കിയിട്ടല്ലേ സാറ്റിസ്ഫൈഡ് ആണ്? അതെ, തീർച്ചയായും. പിന്നെ പ്രത്യേകിച്ച് കൊല്ലം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഷോറൂംസ് ഒന്നും അവൈലബിൾ അല്ല ഈ ഷോറൂം. പിന്നെ കുട്ടിയത്തങ്ങാണ്ട് ഒരു ഷോറൂം. അതെ, പക്ഷേ അതിനപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ട്, പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് അത്രയുള്ള കസ്റ്റമേഴ്സ്, അതുകൊണ്ട് അതിൽ താങ്കളിവിടെ വന്നത്. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഹ്യുണ്ടായുടെ പ്രീമിയം വെഹിക്കിളല്ലേ അൽക്കസർ, പേര് കൊള്ളാം. അപ്പം എനിക്കിതിനകത്ത് ആകർഷിച്ച ഏറ്റവും വലിയൊരു കാര്യം ഇതിൻ്റെ ഇൻറ്റീരിയലാണ്. ഇന്ത്യയിൽ ഇത് ഡബിൾ ടോൺ അല്ലേ? ഡ്യുവൽ ടോൺ ആണ്. ഇത് ബ്രൗൺ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ലെതർ കോട്ടിംഗ് ആയിട്ട്, പക്ഷേ ലെതർ അല്ല അല്ലേ? ഇത് ലെതർ അല്ലല്ലോ സംഭവം. ഇതിനകത്തും പറഞ്ഞ ഡി കട്ട് തന്നെയാണ് ഇതിനകത്ത് സ്റ്റിയറിംഗ് വരുന്നത്. അതിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് സ്റ്റിയറിംഗ് കൺട്രോളേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൺ എടുക്കാവുന്നത്, കട്ട് ചെയ്യാവുന്നത്, ബ്ലൂടൂത്ത് ഉണ്ട്, പിന്നെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും മോഡ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് സ്റ്റീരിയോയുടെ അല്ലേ, പാട്ടും നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോറിനകത്ത് ഫോർ ഡോർ പവർ വിൻഡോസിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ, ഡ്യുവൽ ടോൺ ഇന്റീരിയറാണ് ഇഷ്ടപ്പെട്ടത്. സൂപ്പറായിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കിത് പെട്രോളും ഡീസലും വരുന്നുണ്ട്. പെട്രോളാണ് നോക്കുന്നെങ്കിൽ പെട്രോളിനകത്ത് നമുക്ക് വന്നിട്ട് 2000 cc ആണ് എഞ്ചിൻ പവർ വരുന്നത്. അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16,44,000 രൂപയാണ്. ഇതിന് സൺറൂഫ് ഉണ്ടല്ലേ? സൺറൂഫ് ബേസ് മോഡലാണ്, സൺറൂഫ് ഉണ്ട്. 16 സംതിങ് ആണ് സ്റ്റാർട്ടിങ്. 16,44,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡീസൽ ആകുമ്പോൾ 1.5 1500 cc ആണ് എഞ്ചിൻ പവർ വരുന്നത്. അത് നമുക്കൊരു 16,85 തൊട്ട് നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിൽ 24 ആ ഒരു റേഞ്ചിനകത്ത് വരും. ഇതിൽ എത്ര എയർ ബാഗ് ആണ് വരുന്നത്? ഇത് ടോപ്പ് മോഡലാണ് എടുക്കുന്നെങ്കിൽ 6 എയർ ബാഗ്സ് വരും. ഇതിനകത്ത് ഇത് ഡ്യുവൽ എയർ ബാഗ് സ്റ്റാർട്ടിംഗ് മോഡൽ. 6 എന്ന് പറയുമ്പോൾ ഇവിടെ 4 ഡോറിൽ കട്ടൺ എയർ ബാഗ് കൂടി വരും. പിന്നെ വന്നിട്ട് നമുക്ക് പനോരമിക് സൺറൂഫ് ആണ് വരുന്നത്. കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വെന്യൂന്റെ ഇലക്ട്രിക് ആണ്. പനോരമിക് തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ്? കുറച്ചുകൂടി വൈഡ് ആയിരിക്കും. നമ്മള് രാത്രിയിലൊക്കെ നല്ല കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി എൻജോയ്മെന്റ് ആയിരിക്കും. എണീറ്റൊക്കെ നിന്നിന്റെ മേളിലൊക്കെ നിൽക്കി എടുത്ത് ഇപ്പം കുറെ ട്രെൻഡ് ആണല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പൊ ഇത് വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് ഇന്റീരിയൽസ് ഇഷ്ടപ്പെട്ടു. സീറ്റിംഗ് അതുപോലെ തന്നെ ബ്രൗൺ കളർ തന്നെയാണ്. ഈ പിന്നെ നമുക്കിത് 6 സീറ്ററും വരുന്നുണ്ട്, 7 സീറ്ററും വരുന്നുണ്ട്. 7 സീറ്റർ ഉണ്ട് അല്ലേ? ഇതിപ്പം 7 സീറ്റർ ആണ് വന്നിരിക്കുന്നത്. ഇത് ബാക്കിൽ 3 5 2 7 ബാക്കിൽ 7. ഓക്കെ.
ഡ്രൈവർ ഉൾപ്പെടെ 7 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. വളരെ മനോഹരമായിട്ടുണ്ട് ഈ വണ്ടി. എനിക്ക് നിരത്തിലധികം വന്ന് ബുക്കിംഗ് തുടങ്ങിയിട്ടുള്ളത് ഇത് ഇല്ല, അത്യാവശ്യം ഇറങ്ങുന്നുണ്ട്. വണ്ടിയുടെ മോഡലും എല്ലാം കൊള്ളാം. ഇതിന്റെ ഏതൊക്കെ കളർ വരുന്നുണ്ട്? വൈറ്റ് വരുന്നുണ്ട്, പോളാർ വൈറ്റ് വരുന്നുണ്ട്, സ്റ്റാരി നൈറ്റ് വരുന്നുണ്ട്, ബ്രൗൺ കളർ വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്. ഈ കളർ തന്നെയാണോ വരുന്നത്? വ്യത്യാസമുണ്ടോ? വൈഗ ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് വൈഗ ബ്രൗൺ വരുന്നുണ്ട്. 8 കളേഴ്സ് വരുന്നുണ്ട് മൊത്തം ടോട്ടൽ. വളരെ മനോഹരമായിട്ടുള്ള കുറേ മോഡൽസ് ഉണ്ട്. ഇനി നമുക്ക് i20യുടെ കുറേ വിശേഷങ്ങളുണ്ട്, അത് i10ന്റെ വിശേഷങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ക്രെറ്റയും കിടപ്പുണ്ട്. ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പോൾ i20 ആണ് ഇതല്ലേ? നമ്മുടെ i20 എന്ന് പറഞ്ഞ വെഹിക്കിളാണ് ഇത്. വന്നിട്ട് പ്രീമിയം ഹാച്ച് ബാക്ക് ആണ് ഇത് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പെട്രോളും ഡീസലും നമുക്കിതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെട്രോളിലും നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ടർബോ 2 എഞ്ചിൻ ഓപ്ഷനാണ് നമുക്ക് പെട്രോളിൽ വരുന്നത്. ഇത് ആസ്ത ടോപ്പ് മോഡലിന് തൊട്ട് താഴെയുള്ള മോഡലാണ്. ടോപ്പ് മോഡൽ വന്നിട്ട് ആസ്ത ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ആസ്ത എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ തന്നെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നത്. സൺറൂഫ് ഉൾപ്പെടെ വരുന്ന മോഡലാണ്. അലോയ് വരുന്നുണ്ട്. ഇല്ല, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് തന്നെ വരുന്നത്. സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയറിൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. ഇത് സ്റ്റാരി നൈറ്റ് എന്ന് പറഞ്ഞ കളറാണ്. ബ്ലൂ അല്ല, സ്റ്റാരി നൈറ്റ് എന്നാണ് പറയുന്നത്. നമുക്കിനി i10 അവിടെ ഗ്രാൻഡ് i10 ഉണ്ട്, അതിന്റെ വിശേഷം നോക്കാം. ഇതും സ്റ്റാരി നൈറ്റ് തന്നെയാണോ? ഇത് അക്വാറ്റീൽ എന്ന് പറഞ്ഞ കളറാണ്. അക്വാറ്റീൽ. ഇത് ഗ്രാൻഡ് i10 ന്യൂസ് എന്ന് പറഞ്ഞ വെഹിക്കിളാണ്. ഇത് നമുക്ക് ഹാച്ച് ബാക്കിൽ വരുന്നതാണ്. ഇതിന്റെ എഞ്ചിൻ പവർ നോക്കുവാണെങ്കിൽ 1.2 ലിറ്റർ ആണ് വരുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്ത് പെട്രോൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 7,03,000 രൂപ തൊട്ടാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്ഷോറൂം പ്രൈസ്. ഇതിൻ്റെ സർട്ടിഫൈഡ് മൈലേജ് എന്ന് പറഞ്ഞാൽ 19.87 ആണ്. നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്കൊരു 17-18 കൺഫേം കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മിനി ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഒരു വിരലോട്ടൊക്കെ നമുക്ക് നമ്മൾ പരസ്യത്തിൽ കാണുന്ന പോലെ വിരലോട്ടൊക്കെ നമുക്ക് ഡ്രൈവിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഏത് വണ്ടിയാണ്? നമുക്ക് ക്രെറ്റ എന്ന് പറഞ്ഞൊരു മോഡലാണ് നമുക്ക് വരുന്നത്. ക്രെറ്റയും കൂടെ നമുക്ക് നോക്കാം. പിന്നെ അത് മാത്രമല്ല, റസീന പറഞ്ഞ പോലെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചു, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത് എന്താ അറിയാമോ? ഇവിടുത്തെ സ്പേസ് നല്ല സ്പേസാണ് ഇവിടുത്തെ. പിന്നെ അത് മാത്രമല്ല, ഇവിടുന്ന് കസ്റ്റമറൊക്കെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഹാപ്പി കസ്റ്റമർ എന്ന് പറയുന്നത്. അതെ. ഈ എത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് അവിടെ വരാറുള്ളത്? അതായത് ഇപ്പം മിഡിൽ ക്ലാസ്സും ഹൈ ക്ലാസ്സും ലോ ക്ലാസ്സും വരാറുണ്ട്. നമുക്കിപ്പം ഹുണ്ടായെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു ലോ റേഞ്ചിലുള്ള വെഹിക്കിൾ തൊട്ട് നമുക്കിവിടെ ഒരു മിനി ഫാമിലിക്ക് വേണ്ടുന്ന ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വെഹിക്കിൾ തൊട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്രോ ഗ്രാൻഡ് i10 ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 2 വീലറിൽ ഒരു 4 പേര് പോകുന്ന ഫാമിലിയിൽ പോകുന്നവർക്ക് പെട്ടെന്ന് ഒരു കാർ എന്നുള്ളൊരു സങ്കല്പം വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിനി സെഗ്മെന്റ് ഇത് ചൂസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു കാർ ഓഫ് ദി ഇയർ ഒക്കെ വാങ്ങിച്ചിട്ടുള്ള കമ്പനിയാണ് ഹുണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാൻഡ് i10 ന്യൂസിൽ തന്നെ ഗ്രാൻഡ് i10 എന്ന മോഡലാണ് ആദ്യം ഇറങ്ങിയത്. i10 ഗ്രാൻഡ് i10 ന്യൂസ്. അതിൽ i10ഉം ഗ്രാൻഡ് i10ഉം എല്ലാം ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പറഞ്ഞ ക്രെറ്റയും കൂടെ നോക്കാം അല്ലേ? അപ്പം നമ്മൾ ഏതാണ്ട് 4-5 വണ്ടികളുടെ വിശേഷങ്ങൾ അറിഞ്ഞു. ഇനി ക്രെറ്റ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക, അൽക്കസാർ ഇറങ്ങുന്നതിന് ഇറങ്ങിയ വണ്ടിയല്ലേ ക്രെറ്റ അല്ലേ? 2016 ക്രെറ്റ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 15 ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ ആയിട്ട് നമുക്ക് ക്രെറ്റ ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഐക്കോട്ടി എന്നാണ് പറയുന്നത്. ഇത് നമ്മളെ ഡീസൽ ഓപ്ഷനാണ്. SX ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് വരുന്നത്. കളർ വന്നിട്ട് ഫാൻറ്റം ബ്ലാക്ക് ആണ് വരുന്നത്. എത്ര വേരിയൻ്റ് ഉണ്ട് കളേഴ്സ്? നമുക്ക് വൈറ്റ്, പോളാർ വൈറ്റ് വരുന്നുണ്ട്, ഫാൻറ്റം ബ്ലാക്ക് വരുന്നുണ്ട്, ഗ്രേ കളർ വരുന്നുണ്ട്, പിന്നെ റെഡ് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പെട്രോൾ നോക്കുവാണെങ്കിൽ 1.5 പെട്രോൾ എഞ്ചിനും ഡീസൽ ആണെങ്കിൽ 1.5 തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ പെട്രോളിൽ 1.4 ടർബോ എഞ്ചിനും കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ
ക്രസ്റ്റയുടെ അകത്താണുള്ളത്. ക്രസ്റ്റയുടെ എന്തൊക്കെയാണ് ഇൻറ്റീരിയൽസ് ഉള്ളത് നോക്കാം. കാര്യം ഇവിടെ ഇത് എനിക്ക് തോന്നുന്നത് വൈറ്റ് പോലെ ഓഫ് വൈറ്റ് പോലെ ഒക്കെ ഇരിക്കുന്നു. ഇത് ബീച്ചും ബ്ലാക്കും ഡ്യുവൽ ടോൺ ഇന്റീരിയറാണ് വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഇതിനകത്തും ഡി കട്ട് തന്നെയാണ് ഡി കട്ട് ഡ്രൈവ് സ്റ്റിയറിംഗ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. വരുന്നത് പിന്നെ വരുന്നത് വെച്ചാൽ 10-inch ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ തന്നെ നാവിഗേഷൻ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റീസ് വരുന്നുണ്ട്. നാവിഗേഷൻ മാപ്പ് വരുന്നുണ്ട്. AC വന്നിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ തന്നെയാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണോ USB തന്നെയാണ് വരുന്നത്. ചാർജർ വരുന്നത് ഇതാണ് വയർലെസ് ചാർജർ ടോപ്പ് മോഡൽ വരുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ ഡ്രൈവ് മോഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ട്രാക്ഷനും കൊടുത്തിട്ടുണ്ട്. മോഡ് പിന്നെ ഇലക്ട്രിക് പവർ ബ്രേക്ക് വരുന്നുണ്ട്. ഇവിടെ ഹാൻഡ് ബ്രേക്കിന് പകരം ഇതിനകത്തും ആൻഡ്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്തുണ്ട് ഇത് കപ്പ് ഹോൾഡർ തന്നെ വരുന്നത്. അതെ. പിന്നെ ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ വേരിയന്റ്, അതായത് പെട്രോളിന്റെ ഡീസലിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? നമുക്ക് പെട്രോൾ ആകുമ്പോൾ 1.5 ആണ് വരുന്നത്. അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 10,44,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഡീസൽ ആണെങ്കിലും 1.5 തന്നെയാണ് എഞ്ചിൻ പവർ വരുന്നത്. അത് 10,91,000 രൂപ വരും എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് ഓൾമോസ്റ്റ് ഒരു 13 രൂപയ്ക്ക് അടുപ്പിച്ച് വരും. 13,80 14 താഴെ ഓൺ റോഡ് ബേസ് മോഡൽ എടുക്കുവാണെങ്കിൽ. ഇതൊക്കെയാണ് നമ്മുടെ ഹുണ്ടായുടെ വിശേഷങ്ങൾ, നമ്മുടെ ചുങ്കത്ത് സ്പ്രൈസ് ഹുണ്ടായുടെ വിശേഷങ്ങൾ. ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര എക്സ്പീരിയൻസ് ഉണ്ട്? എനിക്ക് സെയിൽസിൽ 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സെയിൽസിൽ കാർ ഫീൽഡ് തന്നെയാണ് ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇപ്പം അനുഭവപ്പെടാറുണ്ട് കസ്റ്റമർ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ? ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ എങ്ങനെയുണ്ട് ചുങ്കത്ത് സ്പ്രൈസ് വന്നപ്പോഴത്തേക്കിന് എങ്ങനെയുണ്ട്? ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? എത്ര ഓഫേഴ്സ് ഉണ്ടോ? അത് അഡീഷണൽ ഓഫേഴ്സ് കൊടുക്കാറുണ്ടോ? നമുക്കിപ്പം നമ്മുടെ വെഹിക്കിളിനെ സംബന്ധിച്ച് ക്രെറ്റ, വെനു ഇങ്ങനെയുള്ള മോഡലിനൊന്നും നോർമലായിട്ട് സ്കീമൊന്നും നമുക്ക് ഉണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മളുടെ ഡീലറിന്റെ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് വണ്ടികളുടെയൊക്കെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. കാര്യം ഒരു ഷോറൂമിൽ വരുമ്പോൾ സാധാരണ ജെൻസ് ആണ് കൂടെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും റസീന 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നമ്മുടെ ചുങ്കത്ത് സ്പ്രൈസ് ഉണ്ടായിരുന്നുള്ള നമ്മുടെ ഷോറൂം മൂന്നാംകുറ്റിയിൽ സിയാറത്തുമൂട് ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റാണ് നമ്മുടെ ഓഫീസ്. നമ്മുടെ പ്രേക്ഷകർക്ക് ജസ്റ്റ് ഇതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ഷോറൂമിലൊന്ന് കയറുക, നമ്മളുടെ ഷോറൂം ഒന്ന് കാണുക, ജസ്റ്റ് വെഹിക്കിളിനെ കുറിച്ച് ചെറിയ ഒരു എൻക്വയറി നടത്തുക. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റ് ഷോറൂമുകളെ അപേക്ഷിച്ച് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്കീം നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി തരുന്നതായിരിക്കും. ഇതൊക്കെ തന്നെ റസീനയ്ക്ക് പറയാനുള്ളത്. ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലുമൊക്കെ വണ്ടി എടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ജസ്റ്റ് കയറുക. ഇവിടെ റസീന ഇവിടെ അവൈലബിൾ ആണ്. വന്ന് റസീനെ കണ്ടാൽ മതി, കണ്ടിട്ട് ചോദിച്ചാൽ മതി. ഓഫേഴ്സൊക്കെ പടാന്നായിരിക്കും പറഞ്ഞു തരുന്നത്. ഇവിടുത്തെ ഓഫേഴ്സ് ഉണ്ട്. അഡീഷണൽ ഓഫേഴ്സ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ എക്സ്ചേഞ്ച് ഓഫറൊക്കെ ഉണ്ടോ? എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. ഇനിയിപ്പോൾ ഓണത്തിന്റെ ഓഫേഴ്സ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. ഇനി വരത്തതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഹാപ്പി സെല്ലിംഗ്, നന്നായിട്ട് കച്ചവടങ്ങൾ നടക്കട്ടെ. ഒപ്പം തന്നെ വരുന്ന കസ്റ്റമറെയൊക്കെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ആരും തിരിച്ചിറങ്ങിപ്പോൾ അത് ബുക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടി ഡെലിവറിയാണ്. അവിടെ ക്രെറ്റ തന്നെയാണ് എടുക്കുന്നത്. സാറേ പേരെന്താണ്? നജീബ്. ഇപ്പം ഡെലിവറി എടുക്കാൻ പോകണോ? അതെ. ക്രെറ്റ എടുക്കാനുള്ള കാരണം എന്താണ്? മെയിനായിട്ട് വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടായി, കംഫർട്ടാണ്. പിന്നെ പ്രൈസിൻ്റെ വിഷയം വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഏത് വേരിയൻ്റാണ് എടുക്കുന്നത്? EX ആണ്. സെക്കൻഡ് വേരിയൻറ്റ്. എത്ര നാളുകൊണ്ട് വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? അങ്ങനെ 10 വർഷം. പുറത്താണോ? അല്ലല്ല, ഞാൻ ഇവിടെ ബിസിനസ് അഡ്വർടൈസിങ് കമ്പനിയാണ്. കൊല്ലത്ത് തന്നെയാണ്. ഇപ്പം ഈ നമ്മുടെ ഹാപ്പി കസ്റ്റമർ ആണെന്ന് മനസ്സിലായി ഫേസ് കാണുമ്പോൾ തന്നെ. ഇപ്പം ഡെലിവറി എടുക്കാൻ പോകാം. ഇപ്പോൾ എടുക്കാൻ പോകാം. എങ്ങനെയുണ്ട് നമ്മുടെ ചുങ്കത്ത് പ്രൈസ് ഉണ്ടായാലും കയറി കണ്ടപ്പോൾ? നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ ഇതിന്റെ ടീം ലീഡർ ആണോ ഹാൻഡിൽ ചെയ്തത്? ടീം ലീഡറാണ്. അൻഷാദും മുംതാസും. അൻഷാദ് എങ്ങനെയുണ്ട്? ഓക്കെ, രണ്ടുപേരും ഓക്കെ. നമ്മളെല്ലാം അപ്ഡേഷനാണ്, നല്ല അപ്ഡേഷൻ. അത് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ടീം ലീഡറാണ്. അപ്പോൾ അങ്ങനെ മോശക്കാരനായിരിക്കത്തില്ല. ഓഫറൊക്കെ തന്ന ആള്? ഓഫർ ആൾറെഡി ഇതിൻ്റെ ഓണർ രാജു സാറ് എൻ്റെ സുഹൃത്തും കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഡെലിവറിയിലേക്ക് പോകാം. ഒരു വണ്ടി വിൽക്കണമെങ്കിൽ ആ ഒരു കസ്റ്റമറെ എങ്ങനെ കാണണം, അല്ലെങ്കിൽ ആ കസ്റ്റമറെ എങ്ങനെ സംസാരിച്ച് നമുക്ക് നമ്മളുടെ വണ്ടി എടുപ്പിക്കണം എന്നൊരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് നമ്മുടെ ചുങ്കത്ത് സ്പ്രൈസ് ഉണ്ടായാലും കൊടുക്കുന്നത് ബിനുചേട്ടനാണ്. ബിനുചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്താണ്?
സെയിൽസിലാണ് അഞ്ജു, ബിനുചേട്ടനാണ് ട്രെയിനർ. ചേട്ടാ, ഈ ഒരു വണ്ടി വിൽക്കാൻ പോകുന്ന സമയങ്ങളിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ അപ്പം നമ്മളിപ്പം ട്രെയിനിങ് കൊടുക്കും, നിങ്ങൾ ഇന്നത് പറഞ്ഞ് ആളിനെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ പറഞ്ഞ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ പൾസ് നോക്കിയെടുക്കാം. ഈ 3 പറയുകയാണെങ്കിൽ ഏതായിരിക്കും കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നത്? ശരിക്കും പ്രോഡക്റ്റ് നമുക്കൊരു സെയിൽസ് കൺസൾട്ടൻറ്റിന് ആവശ്യം ഓരോ കസ്റ്റമേഴ്സിൻ്റെയും നീഡ് എന്താണെന്ന് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ കൺസേൺ എന്തെന്ന് മനസ്സിലാക്കി, അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു സൊല്യൂഷൻ അതായിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും പ്രശ്നം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് ഏതായാലും വരുന്ന കസ്റ്റമറുടെ എന്ത് കൺസേൺ ആണ് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ കഴിയുക, അങ്ങനെ ആയിരിക്കും നമ്മൾ പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുത്താണ് നമ്മൾ പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരെ കൺസൾട്ട് ചെയ്യുവാണ്, നമ്മുടെ കൺസൾട്ടേറ്റീവ് സെല്ലിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം പറഞ്ഞതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്? ഒരു ട്രെയിനിങ് തരുമ്പോൾ ഒരു വണ്ടി വിൽക്കണം എന്ന് നമുക്ക് അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അപ്പോൾ ഓടി ബിനുചേട്ടൻ്റെ അടുത്ത് പോകാതെ നമ്മുടെ സ്വയമായിട്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ എടുത്ത് കസ്റ്റമറെ കാണുകയാണോ ചെയ്യുന്നത്? സ്വയമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കസ്റ്റമറുടെ ആ ഒരു ആവശ്യം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബെനിഫിറ്റ്സ് അവരോട് പറഞ്ഞ് അതിൽ കൺവിൻസ് ചെയ്യാൻ നോക്കും. എത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് വരും? അത് കുറച്ച് ടഫായിട്ടുള്ള കസ്റ്റമർ, എനിക്ക് ഇത്രയും ഓഫർ വേണമെന്ന് പറയുമ്പോൾ ആ നമ്മളുടെ ഓഫറിൽ നമ്മുടെ ഒതുങ്ങുന്ന ഓഫർ കൊടുത്ത് എങ്ങനെയാണ് ഒരു കസ്റ്റമറെ നമ്മൾ വണ്ടി എടുക്കാൻ നോക്കുന്നത്? അതിനുള്ള ബെനിഫിറ്റ്സ് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ സെയിൽസ് ചെയ്യുന്നിട്ടുള്ള ആളാണ്. ഞാൻ കച്ചവടം ചെയ്യുമ്പോൾ ലാസ്റ്റ് ഞാൻ പറയും, സാറേ അത് ചെയ്താൽ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും, അത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഒരു കസ്റ്റമറും അങ്ങനെ ചെയ്യത്തില്ല, വേണ്ട നിങ്ങളുടെ ശമ്പളം വിട്ട് നമുക്ക് വേണ്ടാന്ന് പറയും. പിന്നെ ചേട്ടാ, ഞാൻ പറഞ്ഞതിനകത്ത് ഒരു ബിസിനസ് ട്രിക്ക് ഉണ്ടോ? അതെ, അത് തീർച്ചയായിട്ടും അഡീഷണൽ ഓഫേഴ്സ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ ഓഫർ നെവർ എൻഡിങ് ആണ്, അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആക്ച്വലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞാൽ കസ്റ്റമേഴ്സ് അതിനോട് ആദ്യം തന്നെ ചോദിക്കുകയാണ് കസ്റ്റമറുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഗിവ് ദ ബോൾ ടു ദ കസ്റ്റമർ കോർട്ട്. അപ്പോൾ ആ കസ്റ്റമർ കയ്യിലേക്ക് കൊടുക്കുക. കസ്റ്റമർ അപ്പം ചോദിക്കും എനിക്കിത്രയാണ് വേണ്ടത്. അപ്പം നമ്മളത് ഫൈനൽ ലെവലിലേക്ക് ചോദിക്കുകയും അത് കസ്റ്റമർക്ക് പിന്നീട് വീണ്ടും ചോദിക്കാനുള്ള ഒരു അവസരം നമ്മൾ അതിനകത്ത് നിന്ന് ഒഴിവാക്കി. അതെ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അതെ, അത് നെവർ എൻഡിങ്. നമ്മളിങ്ങനെ കൊടുക്കും തോറും കസ്റ്റമർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെന്താണ് ചെയ്യുന്നത്? ആദ്യം തന്നെ കസ്റ്റമറെ കാണുമ്പോൾ സാറിൻ്റെ എന്തൊക്കെയാണ്, അതാണ് നീഡ് അനാലിസിസ് നമ്മൾ സാറിൻ്റെ ഡിമാൻഡ്സ്. അപ്പോൾ എനിക്ക് ഇത്ര കാര്യങ്ങൾ വേണം, ഇത്ര ഓഫേഴ്സ് വേണം, ഇങ്ങനെ വേണമെന്ന് കസ്റ്റമർ പറയും. അപ്പോൾ കസ്റ്റമറെ കൊണ്ട് പറയിച്ചിട്ട് നമ്മളത് കൊടുക്കുകയാണെങ്കിൽ 2 കാര്യമാണ്. ഒന്ന്, കസ്റ്റമർ ചോദിച്ചു വാങ്ങി, അപ്പോൾ കസ്റ്റമർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ചോദിച്ചുകൊണ്ട് എനിക്ക് കിട്ടി, ഞാൻ ചോദിച്ചല്ല എനിക്ക് കിട്ടി എന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നേരെ മറിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി നല്ലതാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാ നന്മകളും വരട്ടെ, ഇനിയും കച്ചവടങ്ങൾ വരട്ടെ, അഞ്ജുവിന് കച്ചവടങ്ങൾ വരട്ടെ, താങ്കൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഇനിയും എക്സിക്യൂട്ടീവ്സ് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചുങ്കത്ത് സ്പൈസിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ഉടനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുറ്റത്തെ മുല്ലയിൽ നമ്മുടെ ഫസ്റ്റ് ടൈമാണ് ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ഒരു ഷോറൂമിൻ്റെ റിവ്യൂ നമ്മൾ ഇടുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇതിൻ്റെ CEO സുരേഷ് സാറാണ്. തീർച്ചയായിട്ടും സാർ നമുക്ക് വെൽക്കം ചെയ്യും. സാർ വെൽക്കം സാർ. മുറ്റത്തെ മുല്ലയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ സാർ, CEO എന്നുള്ളൊരു പദവിയെക്കാട്ടിലും എല്ലാവരും ഇവിടെ പറയുന്നത് സാർ നല്ല ഫ്രണ്ട്ലി ആണെന്നാണ്. അത് കൂടെ നിൽക്കുന്നൊരു CEO ആണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? അല്ല, ഇന്ന് ആക്ച്വലി നമ്മളിത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ താഴെ ലെവൽ വരെ കണക്റ്റഡ് ആയിരിക്കണം. നമ്മളൊരു CEO ഒരു പൊസിഷനാണ്, അത് മറ്റുള്ള കമ്പനിയുടെ മുന്നേ നമ്മളൊരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന. പക്ഷേ നമ്മുടെ മുന്നേ ഉള്ള പിള്ളേർ നമ്മുടെയായിട്ട് എത്ര ക്ലോസ്ലി ഇൻട്രാക്ട് ചെയ്യുന്നു അത്രയും നമുക്ക് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു ഫാമിലി എന്നുള്ള രീതിയിലുള്ള ഒരു കൾച്ചർ ഞാനത് ഡെവലപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ഒരു ഫാമിലിക്കകത്ത് ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫ് ഫാമിലി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതേ രീതിയിൽ നമ്മൾ അവരായിട്ട് ബിഹേവ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളൊരു ഫാമിലിയിൽ നിൽക്കുന്നതിൻ്റെ കൂട്ടേ ഉള്ളു. അവിടെ ഒരു CEO എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷൻ ഉണ്ട്, ആ പൊസിഷൻ നമ്മൾ അതിൻ്റെതായ ലിമിറ്റിൽ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഫാമിലിക്കകത്ത് അച്ഛൻ ഒരു ലിമിറ്റ് ഇട്ടിട്ട് നിൽക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പിള്ളേരായിട്ടും അതേപോലെ എൻഗേജ് ആവുന്നു. അവരെ പോലെ ഒരു ആളെന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് എപ്പോഴും. അത് ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ ഓട്ടോമൊബൈൽ ജീവിതത്തിലും എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവരായിട്ടെല്ലാം മിക്സായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ എഫിഷ്യൻസി ഇതെല്ലാം കൂട്ടാൻ പറ്റും, നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. സാർ, അതുപോലെ തന്നെ ഒരു ചോദ്യമുള്ളത്, ചുങ്കത്തെന്ന് പറയുന്നത് എല്ലാവരും പെട്ടെന്ന് ഓടിയെത്തുന്നത് ജ്വല്ലറിയാണ്. ഈ ഒരു ഓട്ടോമൊബൈൽ ഫസ്റ്റ് വെഞ്ചറാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ സാർ പറയാനുള്ളത്?
ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗ്ലാമറസ് ഇൻഡസ്ട്രിയാണ്. അത് മാത്രമല്ല അതിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റർ ഈ ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഗോൾഡ് ജ്വല്ലറിക്കകത്ത് നോക്കുകയാണെങ്കിൽ അവർ കൊല്ലം ജില്ലയിലെ ടോപ്പ് ലെവലിലുള്ള ഒരു ഗോൾഡ് വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പം ഇത് ഒരു നെക്സ്റ്റ് ഒരു ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഈ ഒരു ഇൻഡസ്ട്രിക്കകത്ത് കയറിയാൽ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ ഈ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നുണ്ട്. ഇനി ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി തന്നെ ഇലക്ട്രിക്കിലോട്ട് ഇവോൾവ് ആവും. അപ്പം ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഇതിനകത്തോട്ട് കയറിയേക്കുന്നത്. സോ ചുങ്കത്തിൻ്റെ ഒരു ബ്രാൻഡ് നെയിം എന്ന് തന്നെ പറഞ്ഞാൽ കൊല്ലത്ത് ഒരു വലിയ ബ്രാൻഡ് നെയിമാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ബുക്കിംഗ് തുടങ്ങി ഇനീഷ്യൽ ഈ 2-3 മാസം കൊണ്ട് നമുക്ക് നല്ല വാക്കിൻസും നല്ല ബുക്കിങ്സും വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഒരു ഷോർട്ടേജ് കാരണം നമുക്ക് കുറച്ച് ഡെലിവറി ഡിലേസ് വരുന്നുണ്ട്. പക്ഷെ അതല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചുങ്കത്തിൻ്റെ ഒരു വിശ്വാസം അത് നമുക്ക് ഈ ഒരു ഓട്ടോ ബിസിനസ്സിനകത്തും അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ തുടങ്ങി ഓൾറെഡി ഗോൾഡ് എടുക്കാൻ വരുന്നവർക്ക് നമുക്കിങ്ങനെ ഒരു ഓട്ടോമൊബൈൽ ഉണ്ടെന്നുള്ള ആ കസ്റ്റമറെ നമ്മൾ ഇവിടുന്ന് വിളിക്കാൻ തുടങ്ങി. അതിൽ നിന്നും നമുക്ക് 4-5 കൺവേർഷൻ ഇപ്പം ലാസ്റ്റ് മന്ത് വന്നു. ഗോൾഡ് എടുക്കുന്നതിൻ്റെ കൂട്ടത്ത് വണ്ടി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ അടുത്തുനിന്ന് വണ്ടി എടുക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നുണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഈ ഗോൾഡ് ജ്വല്ലറി മാരേജിന് എടുക്കുന്ന ലിസ്റ്റ് വരുന്നുണ്ട്. അവരെ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് പോയി കാണുന്നുണ്ട്. നമുക്ക് പ്രയോജനപ്പെടുത്താം, വളരെ കൂടുതൽ പ്രയോജനപ്പെടുന്നുണ്ട്. അത് ഒരു ഗുഡ് തിങ്സ് ആണ്. കാര്യം അത് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടും ഒരു കുടക്കീഴിൽ എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. ഓഫർ കുറച്ചും കൂടെ കൊടുക്കാൻ പറ്റും അവർക്കായിട്ട്. അതുപോലെ തന്നെ സാറേ നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം ഷോറൂം കൊല്ലം ജില്ലയിൽ. ഇത്രയും ഒരു വലിയൊരു ഷോറൂം ഇത് ആരുടെ പ്ലാൻ സാർ? ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണം, സർവീസിനും അത്രയും സ്പേസ് ഉണ്ട്. ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഇതൊരു ആക്ച്വലി ഒരു വലിയ മോൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് രാജീവ് സാർ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം സാറെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ഒരു മനുഷ്യനാണ്. ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സിനെ പേഴ്സണലി കാണുന്ന. അപ്പോൾ സാറിൻ്റെ ഒരു ഡ്രീമായിരുന്നു ഒരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കണം, നമ്മൾ എന്ത് ചെയ്താലും നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെതായ ഉള്ള ഒരു നല്ല ഒരു പ്ലേസ് ആയിട്ട് ഇത് മാറ്റാൻ വേണ്ടിയാണ് സാറ് ഇത് ഇത്ര ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് ഓൺ പ്രോപ്പർട്ടിയാണ്. പിന്നെ സാറ് നല്ല രീതിയിൽ ഇത് ഉള്ളതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് വേണമെന്ന് സാറിൻ്റെ ഒരു വിഷനായിരുന്നു. അത് കാരണം ഇത് അത്രയും നല്ലതായിട്ട് ഓരോ കാര്യങ്ങളും പുള്ളി ചെയ്തത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇത്രയും വേണ്ട, നമുക്ക് ചെറിയൊരു ഇതിനെക്കാട്ടി പകുതിയുള്ള ഒരു ഷോറൂം കൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ സാറ് പറഞ്ഞ ഇല്ല, നമുക്ക് കൊല്ലത്തെ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല ഒരു ഷോറൂം കസ്റ്റമർ എക്സ്പീരിയൻസ്. അതേപോലെ നമ്മളിവിടെ എടുക്കുന്ന പിള്ളേരായാലും വളരെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പിള്ളേർ. പിന്നെ അവർക്കുള്ള ട്രെയിനിങ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് സോഫ്റ്റ് സ്കില്ല് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് കസ്റ്റമറായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് ഒരു ഗോൾഡ് ജ്വല്ലറിയിൽ നടക്കുന്ന ആ സെയിം കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സാറ് ഒരു ജനങ്ങളായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ആളാണ്. പിന്നെ ആവശ്യമുള്ളത് കാര്യങ്ങൾ സാറ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല, ചെയ്യാനേ പറയുള്ളൂ. കൊള്ളാം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇത്രയും എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഷോറൂം ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, എൻ്റെ പ്രോഗ്രാമിന് വേണ്ടി പറഞ്ഞതല്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ഷോറൂം തന്നെയാണ് നമ്മുടെ കൊല്ലത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്, ചുങ്ക സ്പൈസ് ഉണ്ടായെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയുന്നത്? നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർ ആ എക്സ്പീരിയൻസ് വേണം നമുക്ക് അത് സെയിലിൽ റിസൾട്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒരേ രീതിയിൽ എല്ലാ എംപ്ലോയിയും വാച്ച്മെൻ തൊട്ട് നമ്മുടെ പാൻട്രിയിലുള്ള ചേച്ചിമാർ തൊട്ട് ഞാൻ വരെ നമ്മളെല്ലാം ഒരേ രീതിയിൽ മുന്നോട്ട് ഈ കാര്യങ്ങൾ നീക്കുന്നത്. സോ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് കിട്ടട്ടെ. അതേപോലെ അവർ പോയിട്ട് മറ്റുള്ളവരോട് പറയുമ്പം അവരുടെ നിന്ന് വരുന്ന റെഫറലായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ ബിസിനസ്. തീർച്ചയായിട്ടും ഇനിയും ഇതിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഔട്ട്ലെറ്റുകൾ പല സ്ഥലങ്ങളിലായിട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ കച്ചവടം നല്ല രീതിയിൽ പോട്ടെ. 100 ആണെങ്കിൽ ഈ മാസം അടുത്ത മാസം 200 ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സാറേ. ഐ വിഷ് ഓൾ ദ വെരി വെൽ സാർ. എല്ലാത്തിനും താങ്ക് യു സോ മച്ച് സാർ.
അപ്പോൾ നമ്മൾ സർവീസിലാണ് നിൽക്കുന്നത്. സർവീസിലെ മാനേജർ എന്നോടൊപ്പം ഉണ്ട്. സാറിൻ്റെ പേര്? സുനിൽകുമാർ. നമ്മൾ എന്താ പറയുക, ചുങ്കത്ത് സ്പ്രൈസ് ഉണ്ടായി. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴും സാധാരണ നമ്മുടെ ഇവിടെ കുറേ ഉണ്ടായുടെ ഷോറൂമൊക്കെ ഉണ്ട്, അതൊക്കെ പൂട്ടിപ്പോയിപ്പോൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ്. ഇപ്പോൾ എനിക്കിവിടെ കയറിയപ്പോൾ അത് മനസ്സിലായി, സർവീസിലും ബെസ്റ്റാണ്. സെയിൽസിൽ അത്രയും സ്പേസ് ഉണ്ട്, സർവീസിലും അതുപോലെ തന്നെ സ്പേസ് ഉണ്ട്. ഒരു സമയത്ത് എത്ര വണ്ടികൾ നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമ്മൾക്ക് ഇവിടെ ഒരു പ്രസൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ 3 ലിഫ്റ്റാണ്. 3 ലിഫ്റ്റ് അറ്റ് എ ടൈം നമുക്ക് 3 സർവീസ് എടുക്കുന്നുണ്ട്. പ്ലസ് നമുക്ക് ഫ്ലോർ ഒരു 4 അഡീഷണൽ ഫ്ലോർ ഉണ്ട്. അപ്പോൾ നമ്മൾക്കൊരു 7 വണ്ടി അറ്റ് എ ടൈം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമർക്ക് അധികം ഡിലേ ഇല്ലാതെ വണ്ടി കൊടുക്കാൻ ഇല്ലാതെ തന്നെ നമ്മൾ വണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബുക്കിംഗ് എടുത്താൽ തന്നെ കസ്റ്റമർ വെയിറ്റിംഗ് ഉള്ള വണ്ടികളുണ്ട്. ഇതെല്ലാം നമ്മളാണെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയോടെ തന്നെ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സൗകര്യം നമുക്കുണ്ട്. ഇവിടെ എത്തരത്തിലുള്ള കസ്റ്റമർ മീൻസ് നമ്മുടെ ചുങ്കത്തിൻ്റെ കസ്റ്റമേഴ്സ് അല്ലാതെ തന്നെ നേരത്തെ എടുത്ത് നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 8 മാസമല്ലേ ആവുന്നുള്ളൂ, 5-6 മാസമല്ലേ ആവുന്നുള്ളൂ. നമ്മൾ സെയിൽ ചെയ്ത വണ്ടികൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഫസ്റ്റ് സർവീസ് ഒക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. കൂടുതൽ നമുക്ക് വരുന്നത് മറ്റു ഡീലർഷിപ്പിൽ നിന്നുള്ള സെയിലായ വണ്ടികളാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നില്ലേ? അതെ, ഷുവർ. നമ്മൾക്ക് കാര്യം വെച്ചാൽ നമ്മൾക്കിപ്പം നമ്മളെ ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് നമ്മളെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സ്. എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ പൊത്തൻസിൻ്റെ പോപ്പുലർ പല ഡീലറുണ്ട് വണ്ടികൾ. അപ്പോൾ നമുക്ക് കൂടുതലും വരുന്നത് അങ്ങനെയാണ്. പല പാർട്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മളെ വിളിച്ച് നമ്മൾ ബുക്കിംഗ് എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുങ്കത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം മനസ്സിൽ ഓടി വരുന്ന സ്വർണ്ണക്കടയാണ്, ജ്വല്ലറിയാണ്. അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ടാണ് ചുങ്കത്ത് സ്പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹുണ്ടായുടെ ഷോറൂം വന്നത്. ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 7 വണ്ടി അറ്റ് ടൈം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു അർജൻറ്റ് ഒരു കസ്റ്റമർ വരികയാണ്, അപ്പോൾ എനിക്കിന്ന് വൈകിട്ട് വണ്ടി വേണം, അത് നല്ല മേജർ കംപ്ലയിൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയായിരിക്കും ആ ഒരു കസ്റ്റമർ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആക്കി വിടുക? മെയിൻലി കംപ്ലയിൻസ് വണ്ടികൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം കംപ്ലയിൻസ് സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി നമ്മൾ മോസ്റ്റ്ലി സാധനങ്ങളെല്ലാം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്തതാണെന്നെങ്കിൽ കസ്റ്റമറെ ഇൻഫോം ചെയ്തിട്ട് മാക്സിമം ചെയ്ത് വിടാവുന്ന കേസുകൾ അന്ന് തന്നെ ചെയ്ത് വിടും, അന്ന് തന്നെ ഈവനിങ് കൊടുക്കും. പിന്നെ ഇല്ലാത്തത് നമുക്ക് ഓർഡർ ചെയ്യേണ്ട കേസുകളാണ് കസ്റ്റമർക്ക് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് അതിനുശേഷം ഇൻഫോം ചെയ്ത് കസ്റ്റമറെ കൊടുക്കും. ഇപ്പം വണ്ടി നിർത്തിയ വണ്ടിയാണ് സാൻഡ്രോയും ഇയോണും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ പാർട്സ് കിട്ടാൻ അധികം ബുദ്ധിമുട്ടി നടക്കുന്നുണ്ട് ആൾക്കാർ മറ്റ് സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെയിലും ഒരു ഇയോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്സ് ഗ്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു ഫ്രണ്ട് ഗ്ലാസ്സിൽ. അപ്പോൾ ആ ഒരു പോരായ്മയൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട്. കാര്യം നമ്മൾക്ക് ഈ പഴയ മോഡൽസ് മോസ്റ്റ്ലി നമ്മൾ നിർത്തിയ മോഡൽസിൻ്റെ പാർട്സുകൾ നമ്മൾ കൂടുതലും ചെക്ക് ചെയ്തിട്ട് അത് വേണ്ടുന്ന റീപ്ലേസ് ചെയ്യേണ്ട, അതായത് മൂവിങ് ഐറ്റംസ് നമ്മൾ കൂടുതൽ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്തിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എമർജൻസി ഓർഡറുകളൊക്കെ പ്ലേസ് ചെയ്ത് നമ്മൾ മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നു. കാര്യം ഇയോൺ ഒരു സമയത്ത് ഭയങ്കര സെയിലായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും വണ്ടിയുണ്ട്. പാർട്സ് കിട്ടാതാകുമ്പോഴത്തേന് അത് നമുക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും ഉണ്ടായിക്ക്. അത് മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ അപ്പം അങ്ങനെ ഒരു വലിയ ഇഷ്യൂസ് വരുന്നില്ല. എന്നാൽ നമ്മൾക്ക് മോസ്റ്റ്ലി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് സാധനങ്ങൾ. പിന്നെ ഈ പാർട്സുകൾ നോൺ മൂവിങ് ഐറ്റംസ് ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് ചിലപ്പോൾ 1 വീക്കൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം ഉറപ്പായിട്ട് എടുത്തു കൊടുക്കും. നമ്മളത് ഓർഡർ ഇട്ട് എമർജൻസി ഓർഡറാണെങ്കിൽ എമർജൻസി ഓർഡർ ഇട്ട് എടുത്തു കൊടുക്കും വേണ്ടി. താങ്കളുടെ സ്ഥലം എവിടെയാണ്? എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ്. ക്ഷേത്രത്തിൻ്റെ അടുത്ത് എവിടെ? ക്ഷേത്രത്തിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ശിവക്ഷേത്രം വരുന്നുണ്ട്. അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെയാണ്. എൻ്റെ നാട്ടുകാരനാ കേട്ടോ, ഞാൻ ശരി, അതുകൊണ്ടാണ് ചോദിച്ചത് എവിടെയാണ്. അവിടെ സുഹൃത്തുക്കളായിട്ടുള്ളവർക്കൊക്കെ ഹുണ്ടായുടെ വണ്ടികളുണ്ട്. ഹുണ്ടായി വണ്ടികൾ എനിക്ക് നെയ്ബേഴ്സിന് വണ്ടിയുണ്ട്. പിന്നെ എൻ്റെ ബ്രദറിന് തന്നെ ഹുണ്ടായി ക്രെറ്റയുണ്ട്. താങ്കൾ ഏത് വണ്ടി യൂസ് ചെയ്യുന്നത്? ഞാൻ ടാറ്റയാണ് യൂസ് ചെയ്യുന്നത്. അത് നേരത്തെ യൂസ് ചെയ്ത വണ്ടി ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ. അതെ, അത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അപ്പം എങ്ങനെയുണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ റെസ്പോൺസ്? കാര്യം ഇപ്പം കൊട്ടാരക്കര ഒരു ഷോറൂം ഉണ്ട്, പക്ഷെ അവിടെ കൊടുക്കാൻ താങ്കളുടെ ഒരു റെഫറൻസിലൂടെ വണ്ടികൾ കൊണ്ട് വരുന്നുണ്ട്. കാര്യം ഞാൻ ഒരു മുമ്പ് വർക്ക് ചെയ്ത ഒരു ഹുണ്ടായി ഡീലർഷിപ്പ് തന്നെയായിരുന്നു. അപ്പം അവിടുന്ന് എനിക്ക് കുറേ അവിടെ തന്നെ കോണ്ടാക്ട്സ് കുറേ ഉണ്ട്. അപ്പോൾ അവിടുന്ന് എനിക്ക് കുറേ വണ്ടികൾ കിട്ടാറുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും ഇപ്പം ആ ഒരു കെയർ ഓഫിൽ വണ്ടികൾ നമുക്ക് വരുന്നുണ്ട്. ആ ഷോറൂമിൻ്റെ പേര് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ അവിടെ സർവീസിനെക്കാട്ടിലും എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് എങ്കിലും അധികം ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് ഫെസിലിറ്റീസ് നമുക്ക് കൂടുതൽ കൊടുക്കാനുള്ളതുണ്ട്. പുതിയ വണ്ടി കൊടുക്കുന്ന കുറച്ച് കുട്ടികളുള്ളൂ. ഇപ്പം ശരിക്കും കുറച്ച് അപ്പോൾ ഫെസിലിറ്റീസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പം പിന്നെ ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പിന്നെ ചുങ്കത്ത് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വിശ്വാസ്യത നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതങ്ങനെയാണല്ലോ, ആ പേര് അങ്ങനെയാണ്. നമുക്ക് പണ്ട് പോലെ ചുങ്കത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഫാമിലി തന്നെ എല്ലാവർക്കും ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ തന്നെ പർച്ചേസ് ആയാലും ചുങ്കത്താണ് കൂടുതൽ
പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. പക്ഷേ നിങ്ങളുടെ സിയെ കുറിച്ച് പറയാതിരിക്കാൻ വേണ്ട, സുരേഷ് സാറിനെ കുറിച്ച്. സാറ് ഒരു രക്ഷയില്ല, സാറ് സിനിമാ ബന്ധങ്ങളുള്ള ഒരാളാണ്. അതെ അതെ. അത് മാത്രമല്ല, ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, നേരത്തെ ഇവിടെ ലോഞ്ചിങ്ങിന്റെ പ്രോഗ്രാമിനും ഒപ്പം തന്നെ ഇപ്പം ഈ രണ്ടാമത്തെ ഈ ഒരു നമ്മുടെ മുറ്റത്തെ മുല്ല ചെയ്യാനായിട്ട്. പക്ഷേ സൂപ്പർ മനുഷ്യനാണ്. അതെ അതെ, നമുക്ക് പറയാതിരിക്കാൻ വയ്യ, കാര്യം അത്രയ്ക്കല്ല ഫ്രണ്ട്ലിയാണ്. ഡ്രസ് കോഡൊക്കെ വളരെ സിമ്പിൾ ആണ്. അതെ അതെ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സിഇഒ എന്നുള്ള ഡ്രസ് കോഡല്ല അദ്ദേഹം. അതെ അതെ, അല്ല നമ്മളോടുള്ള എല്ലാം നമ്മളോട് വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ ആസ് എ സിഇഒ പിന്നെ നമുക്ക് വേണമെന്ന ഹെൽപ്പ് എല്ലാം ചെയ്തു തരണം, എല്ലാം ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. നമുക്ക് എപ്പോഴും പുള്ളിയെ മീറ്റ് ചെയ്യാൻ പിടിച്ചുള്ള കച്ചവടം പറ്റില്ല, അതേ നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുള്ളൂ സർവീസിനെ കുറിച്ച്? സർവീസ് ഞങ്ങൾ ഇവിടെ നല്ലൊരു മീൻസ് കസ്റ്റമർക്ക് വേണ്ടുന്ന എന്ത് ഹെൽപ്പും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ചെയ്യും. ഏത് സമയവും നമ്മളെ കോൺടാക്ട് ചെയ്യാം, എന്തിനു വേണ്ടി. കസ്റ്റമർ ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷനുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇവിടുന്ന് വണ്ടി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കാം, വണ്ടി കൊണ്ടുവരാം. അപ്പോൾ ഈ മുറ്റത്തെ മുല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് വൈൻഡപ്പ് കാറിനകത്തിരുന്നിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചുങ്കത്ത് സ്പ്രൈസ് ഉണ്ടായുടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, വണ്ടികളുടെ വിശേഷങ്ങൾ, അവിടെയുള്ള സിഇഒയുടെ വിശേഷങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക, അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ കയറുക, വണ്ടിയുടെ വിലയൊക്കെ ഒന്ന് നോക്കുക. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിൽ മൂന്നാംകുറ്റിയിലാണ്, സിയാറത്ത് മൂട് പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മുറ്റത്തെ മുല്ല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത മുറ്റത്തെ മുല്ലയായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് അനീഷ് ഖാൻ.